എടാ നിനക്ക് എന്തിനാടാ സലാം തിരിച്ച് പറയുന്നത്? നിന്നെ പോലെ ഒരു കള്ളനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തൊക്കെ അഭിനയങ്ങളാണ്! അജ്മാനിൽ വെച്ചൊക്കെ കാണിച്ച അഭിനയങ്ങൾ, എന്നെ റൂമിൽ കൂട്ടിയിടാനൊക്കെ ചെയ്ത പ്ലാനും കാര്യങ്ങളും എന്തായിരുന്നടാ നിങ്ങളെ പ്ലാൻ? പോലീസ് ഒന്നില്ലായിരുന്നെങ്കിൽ നിന്നെ കൊണ്ടൊക്കെ CBI പറയിപ്പിക്കും. നീ ഒന്ന് സമാധാനപ്പെടും. ഇത് കേസ് തീർന്നിട്ടില്ല, കേസ് തുടങ്ങിയിട്ടില്ല ഇതുവരെ. കേസ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഈ മാസം അവസാനത്തോടു കൂടിയ കേസ് തുടങ്ങത്തുള്ളൂ. അതുവരെ ഞാൻ കുറച്ച് വെക്കേഷനില്ല, കുറച്ച് പരിപാടികളുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എവിടെ എത്തുമെന്നുള്ളത്. മനസ്സിലായില്ലേ? നിന്നെപ്പോലെ കള്ളന് ഈ ലോകത്ത് ആർക്കും കാണാൻ പറ്റില്ല. നിന്നെപ്പറ്റി എന്തൊക്കെയാ കേൾക്കുന്നത് പലയിടത്തുനിന്നായിട്ട്. എൻ്റെ പൊന്നെ, നീ എന്തോരം വലിയ കള്ളനാടാ നീ! നിന്റെ രണ്ട് നാക്കും വെച്ചിട്ട് നീ പറഞ്ഞ് ബലിപ്പിക്കുന്ന കള്ളങ്ങൾ. ഓ, അന്ന് അവളെ പേരെന്തോന്ന്, ഐഷയെ വിളിച്ചപ്പോൾ അനസ് ഇവിടെ ഉണ്ടെന്ന്. അനസ് സൗദിയിലല്ലേ? നിന്റെ കള്ളൻ! നിന്നെ പോലത്തെ ഒരു കള്ളൻ ഈ ലോകത്തില്ലടാ, സത്യം. മറ്റേ ഹബീബും അതേപോലെ തന്നെ കള്ളൻ തന്നെ, അവരുടെ തന്തയും തന്നെ കള്ളൻ തന്നെ. പിന്നെ ഞാനും ജഡ്ജിമാരുമായിട്ടുള്ള ഫൈറ്റ്, അത് ഞങ്ങൾ തമ്മിലുള്ളതാണ്, അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളും. പിന്നെ നീനെ അവർ നിന്നെ എന്താണ് ചെയ്യാൻ പോകണമെന്ന് നീ കണ്ടോ? ഇത് എവിടെ എത്തുമെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? നീ ഈ ലോകം കാണാത്തതെല്ലാം ഞാൻ നിന്നെ കാണിക്കും. നിന്നെ എന്തായാലും കേരളത്തിൽ ഒരു ജയിലിൽ ഞാൻ വെച്ചേക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന് ഡൽഹിയിൽ നിന്നെ കൊണ്ടുപോയിരിക്കും. നീ കണ്ടോ? ആ വഴിയിൽ ഞാൻ ഇതിനെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതിനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. പക്ഷെ ഞാനത് ഇപ്പം ചെയ്യില്ല. ഒക്ടോബർ ലാസ്റ്റ്, ഈ മാസം അവസാനത്തോടുകൂടി കേസ് എല്ലാം റീ ഓപ്പൺ ചെയ്യും. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ കാണും. ഇവിടെ നീ ജയിലിൽ, ഞാൻ പുറത്ത്. കാണിച്ചു തരാൻ നിനക്ക് ഞാൻ, കേട്ടോ? എൻ്റെ പാസ്പോർട്ട് എവിടെ? അത് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുക്ക്. പിന്നെ കള്ളച്ചക്കും വ്യാജരേഖയില്ലേ, അതും എല്ലാം കൂടി ചേർന്ന് നീ നോക്കിയോ. നിനക്ക് ഇന്ന് വരെ നീ കിട്ടാത്തൊരു കൂട്ട് നിനക്ക് വരുന്നുണ്ട്. നീ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു കൂട്ടാണ് വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? സുപ്രീം കോടതിയിൽ നിന്നായിരിക്കും വരുന്നത്. അത് മാത്രം നീ ഇപ്പോൾ പ്രതീക്ഷിച്ചത്. നിന്റെ വക്കീലും എല്ലാവരും ഓടിത്തള്ളും. നീ കണ്ടോ? ഞാനൊന്ന് ഒന്ന് കളം നിനക്ക് ഓർമ്മ ഉണ്ടോടാ? അന്ന് നിന്നെ പട്ടാമ്പിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മറ്റേ ഹക്കീം എന്ന് പറയുന്ന ഒരു വക്കീലിൻ്റെ അടുത്തുകൊണ്ട് പോയിട്ട് ഒരു വെള്ള മുദ്ര പേപ്പറിൽ മുനീറിന്റെ ഒപ്പിട്ടിട്ട് അതിൻ്റെ അകത്ത് എഴുതി ചേർത്തത് ഓർമ്മ ഉണ്ടാ? ബ്ലാങ്ക് ചെക്കിലേക്ക് എഴുതി ചേർത്തത് ഓർമ്മ ഉണ്ടാ? മുനീറിനെ ഷാദായും കൂടി പിടിച്ച് അവിടെ ഇരുത്തി ഒരു ചുമന്ന സ്വിഫ്റ്റ് കാറിൽ കൊണ്ടുവന്നിട്ട് ഹബീബിനെ നീയും ബാപ്പൂട്ടിയും കൂടി ഒരു BMW കാറിലും ഹബീബും ഞാനും കൂടി അവന്റെ സ്വിഫ്റ്റിൽ, മുനീറിന്റെ സ്വിഫ്റ്റിൽ, അതും ഹബീബിന്റെ സ്വിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കറക്കിയില്ലടാ. പിന്നെ അവന്റെ അടുത്ത് നിന്ന് പാസ്പോർട്ട് വാങ്ങിച്ചത് ഇതൊക്കെ എനിക്ക് അറിഞ്ഞോട് നീ വിചാരിക്കണം. പിന്നെ അവന്റെ ആ സ്വിഫ്റ്റ് കാർ എന്താ എവിടെ പോടാ കുടിച്ച് വെച്ചിരിക്കുന്നത്? അത് ക്യാൻസർ പേഷ്യൻ്റ് ആണ്, അത് തിരിച്ചു കൊടുക്കണം മാറി. പിന്നെ എന്താണ് നിനക്ക് വരാൻ കിടക്കുന്നുള്ളൂ? സജനയുടെ കേസുണ്ട്. പിന്നെ ജുനൈദ് ഇമാം ഉണ്ടല്ല, അവൻ എനിക്ക് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം വെടിക്കെട്ട് പൊട്ടുന്ന പോലെ പൊട്ടും. മനസ്സിലായില്ലേ? നീ 12 ലക്ഷം രൂപ വാങ്ങിയതും സജനാക്ക് 1 ലക്ഷം രൂപ കൊടുത്തതും അത് തൊട്ട് തുടങ്ങി എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പൊന്നുപോലെ. പിന്നെ തൃശ്ശൂരുള്ളത്, പിന്നെ നിനക്ക് എതിരെയുള്ള കുറേ കേസുകൾ, വീരാൻകുട്ടി തുടങ്ങി നിന്റെ വൈഫിനെ, നിന്റെ സ്വന്തം ഭാര്യ നീ പണയം വെച്ചിട്ട് മംഗലാപുരം എയർപോർട്ടിൽ നിന്നെ പോലീസ് പിടിച്ചില്ലേ? അതൊക്കെ കൊണ്ട് നീ സമാധാനപ്പെടും. നിന്നെ ഞാൻ എവിടെയാണ് എത്തിക്കണമെന്ന് നീ കാണിച്ചു തരാം. നീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ എല്ലാ പരിപാടികളും ഈ വർഷത്തോടു കൂടി തീരുകയാണ്. എല്ലാ പരിപാടിയും നിനക്ക് ഒരിക്കലും ജാമ്യം കിട്ടാത്ത, എത്ര കേസിൽ കയറിയാലും ജാമ്യം കിട്ടാത്ത രീതിയിൽ ഞാൻ ആക്കി തരാം. നീ വെയിറ്റ് ചെയ്യും. ആദ്യം ഞാനൊന്ന് കളം ഒന്ന് സെറ്റാക്കട്ടെ. എനിക്ക് കുറച്ച് പണികളുണ്ട്. എനിക്ക് നിന്നെ പോലുള്ള ഒരു അലവലാതി, ഒരു കള്ളൻ, ഒരു പെരുങ്കള്ളൻ, അതും വാഹന മോഷ്ടാവ്, സ്ഥിരമായിട്ട് വാഹന മോഷണം പിടിച്ചു കഴിഞ്ഞാൽ നേരെ കോംപ്രമൈസ്. അവൻ്റെ കള്ളൻ എൻ്റെ പാസ്പോർട്ട് എടുത്തു. എൻ്റെ ലാപ്ടോപ്പൊക്കെ എവിടെടാ? ലാപ്ടോപ്പ് സാധനങ്ങളൊക്കെ എവിടെ പോടാ? പേപ്പറൊക്കെ എൻ്റെ കൂടെ പേപ്പറൊക്കെ എവിടെ പോടാ? എല്ലാം നിന്നെ കൊണ്ട്, എല്ലാം ഓരോന്നായിട്ട്. നീ എൻ്റെ അകത്തിരുന്ന പെൻഡ്രൈവ് ഉൾപ്പെടെ നീ കൊണ്ടുപോയി. പക്ഷേ ഞാൻ പെൻഡ്രൈവ് എവിടെ മെൻഷൻ ചെയ്യാൻ വിട്ടു. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് പറയാത്തത്. നീ എൻ്റെ ഗ്ലാസ് എടുത്തുകൊണ്ട് പോയി. നീ എൻ്റെ സൂട്ടിന്റെ ഒരു പാൻറ് എടുത്ത് മാറ്റി. നീ അതിൻ്റെ അകത്തിരുന്ന ഫുഡ് എടുത്ത് പോയി. നീ എന്തൊരു വലിയ കള്ളനാടാ! നിന്നെ കണക്കൊരു പിരിച്ചാഴി കള്ളൻ. നീ എങ്ങനെയാടാ ഇത്രയും? നീ നിനക്ക് നാണാവില്ലടാ? നിനക്ക് ഇത്രയും മക്കളില്ലടാ? പണിയെടുത്ത് ജീവിക്കണം എന്നറി, മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാതെ. പിന്നെ നിന്റെ അറിവിലേക്കായിട്ട് ഈ ലോകം കൊണ്ട് ഏറ്റവും വലിയ ക്രിമിനലാക്കി നിന്നെ ഞാൻ മാറ്റും. നീ ഇന്റർനാഷണൽ ക്രിമിനലാ. UAE അവിടെ UAE ഗവൺമെന്റ് പെട്ടിരിക്കുകയാണ്. അത് നീ ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നിനക്ക് മനസ്സിലാവും. അനസും അറഫ എവിടെ ഉണ്ടോ അവിടെ ഏത് GCC കൺട്രിയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, GCC കൺട്രിയിൽ നിനക്ക് ഇനി ഹജ്ജിനോ നീ ഉംറയ്ക്ക് പോയില്ലേ കള്ളൻ, അതുകൊണ്ട് അതോടുകൂടി തീർന്നു. നിനക്ക് ഇനി ഒരു GCC കൺട്രിയിലും പോകാൻ പറ്റില്ല. അത് മാത്രമല്ല, നീ എവിടെ പോയാലും നിന്നെ അപ്പം കൂട്ടും. 1 2 അനസും അറഫയും അവരെയും പൂട്ടും, ഫവാസിനെയും പൂട്ടും, മണിയേയും പൂട്ടും. എൻ്റെ അടുത്ത് മുന്നേറിൻ്റെ അടുത്ത് ആവശ്യം പോലെ പൈസ ഉണ്ട്. നീ ചിന്തിക്കുന്നതിന് അപ്പുറത്തെ പൈസ ഞങ്ങളതിലുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ നിന്നെയും നിന്റെ കൂടെ നടക്കുന്ന എല്ലാ ശിങ്കിടികളെ കൂട്ടിയിരിക്കും, ബാപ്പൂട്ടി ഉൾപ്പെടെ. മനസ്സിലായോ? ഇത് നിനക്ക് തരുന്ന ഫൈനൽ ഇതാണ്. ഞാൻ നിനക്ക് മെസ്സേജ് അയക്കില്ല. പിന്നെ പോലീസുകാർ, അവർക്കുള്ള പണി ഇപ്പം കിട്ടും, വഴിയാ വരുന്നുണ്ട്. അത് ആണ് ഫസ്റ്റ് ഞാൻ പൊട്ടിക്കാൻ പോണേ ഈ മാസം ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നിന്റെ കേസ് ഞാൻ അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ, അന്ന് നീ അരിയണ്ണാൻ തുടങ്ങും. നീ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ താ, ഞാൻ നിന്നെ വെറുതെ വിടാം. എൻ്റെ പാസ്പോർട്ട് കാര്യങ്ങളും എല്ലാം മൊത്തം സറണ്ടർ ചെയ്യും. ഞാൻ നിന്നെ വെറുതെ വിടാം. നീ 11 മക്കളായിട്ട് ജീവിക്കുന്നില്ലേ? വെറുതെ വിടാന്ന് പറഞ്ഞാൽ വെറുതെ വിടും. മര്യാദയ്ക്ക് എൻ്റെ പാസ്പോർട്ടും എൻ്റെ ലാപ്ടോപ്പും എടുത്തുകൊണ്ട് പേപ്പേഴ്സും ബാക്കിയുള്ള അതിൻ്റെ റൈബാൻ്റെ കണ്ണടയും പിന്നെ അപ്പോൾ സൂട്ടിൻ്റെ പാൻറ്റും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് തിരിച്ചാ. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതെല്ലാം തന്നാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. എന്നെ റൂമിൽ പൂട്ടിയിട്ട് എന്നെ ഹബീബിനെ മാത്രമേ ഞാൻ ഇതാക്കത്തുള്ളൂ. നിന്നെ ഞാൻ വെറുതെ വിടാം. ഇത്ര സാധനങ്ങൾ മോഷിച്ചെങ്കിലും നീ ഒരു പെരുങ്കള്ളനല്ലേ? നീ മറ്റുള്ളവരെ ഇതാക്കി ജീവിക്കല്ലേ? നീ അങ്ങനെ ജീവിച്ചോ. എനിക്ക് എൻ്റെ സാധനങ്ങൾ തിരിച്ചാ. പിന്നെ നിനക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. മുനീർ നിന്നെയും ബാപ്പൂട്ടിയും ഹബീബിൻ്റെ തന്തെ അബ്ദുള്ളക്കുട്ടിയും 4 എണ്ണത്തിനും ജയിലിലാക്കാതെ അവൻ വിടത്തില്ല. നിങ്ങളെ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും അവൻ ജയിലാക്കിയിരിക്കും. അവൻ്റെ കൂടെ ഞാനും ഉണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? അയക്കടാ വോയിസ് മെസ്സേജ്. നിന്റെ മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ. നിന്റെ മെസ്സേജ് കേൾക്കട്ടെ. നിന്റെ കള്ളങ്ങൾ ആദ്യം ഒന്ന് കേൾക്കട്ടെ. മുനീർ പറഞ്ഞപ്പോഴാലോചിച്ച് നിന്റെ കള്ളങ്ങളൊക്കെ കേൾക്കണം. ആസിഫെ, അനക്ക് തലക്കിപ്പോഴും ലെവലില്ലേ? കണ്ണി കണ്ട വർത്താനങ്ങൾ പറയാതെ നല്ലൊരു കാര്യപ്പനോട് ഞാൻ സംസാരിച്ചത്. നീ എവിടെ ഉള്ളത്? ഞാൻ അങ്ങോട്ട് വരാം നിന്നെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കമ്പനി ക്യാൻസൽ ആക്കുക. നീ എവിടെ ഉള്ളത് പറഞ്ഞോ, ഞാൻ അങ്ങോട്ട് വരാം. നീ ഇല്ലോടത്ത് പറഞ്ഞോ, ഞാൻ വരാൻ തയ്യാറാണ്.
പിന്നെ ഞാൻ വലിയ വർത്തനൊക്കെ ഒഴിവാക്കണ ചങ്ങായി, ഞാൻ വലിയ വിടുന്ന വർത്താനം ഉണ്ടല്ലോ, ആ വർത്താനത്തിലല്ല ഞാൻ നെല്ലിൽ കുടുങ്ങിയത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ തമ്മിൽ ഇതിന്റെ ഈക്ക് കാശ് തരാണ്ട് ഹബീബിനും കാശ് കൊടുക്കാനുണ്ട് അല്ലേ? അത് സത്യല്ലേ? മുനീറിന്റെ, വാപ്പുട്ടിയുടെ, അറഫയുടെ, കണ്ണൂരിന്റെ, അനസിന്റെ, അതൊന്നും അറിയണം. നമ്മൾ തമ്മിലല്ലേ ബന്ധമുള്ളത്. അപ്പൊ നീ എന്റെ കാശുകൾ തരിക, ഞാൻ വാങ്ങി തന്ന 12 ലാപ്ടോപ്പ് നീ എനിക്ക് തരിക. നിനക്ക് നീ എവിടെ ഉള്ള ഞാൻ നിന്നെ വന്ന് കാണാം. ഞാൻ സത്യം പറയണം, നമ്മൾ തമ്മിൽ ഇങ്ങനെ കണ്ടു, ആ ഓക്കെ, ഞാൻ നിന്നെ പിരിച്ചുവിടാൻ തയ്യാറാണ്. എനിക്ക് ഞാൻ നീ പറഞ്ഞിടത്തേക്ക് ഞാൻ വരാം. ഈ പറഞ്ഞോ എവിടെ ഉള്ള പറഞ്ഞു, ഞാൻ എത്താൻ തയ്യാറാണ്. ഞാൻ UAE വന്നിരുന്നു, ഖത്തറിൽ പോയിരുന്നു. ഇനി ഇൻഷാ അല്ലാ ഇപ്പൊ അടുത്ത ആഴ്ച ഞാൻ UAE വരും. ഈ വിളിച്ചോ, ഞാൻ വരാം. നീ എവിടെ ഉള്ള പറഞ്ഞോ, ഞാൻ വരാം. എന്റെ പൊന്നു മോനെ, നീ എന്തൊക്കെയാണ് പറയണത്? നീ എനിക്ക് ക്യാഷ് തന്നാ, നിനക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു തന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കൽ നീ ഉണ്ടാക്കി തരുകയും ചെയ്ത് എനിക്ക്. എന്തൊക്കെ കള്ളത്തരങ്ങളാടാ പൊന്നുമോനെ നീ അടിച്ചിടുന്നത്? അതെല്ലാം നമുക്ക് നോക്കാം, അതെല്ലാം കോടതി തീരുമാനിക്കില്ല, കോടതി കിടക്കുന്ന കാര്യങ്ങളല്ല, അത് നമുക്ക് കോടതിയിൽ നോക്കാം. ഞാനിപ്പോ കറാമയിലുണ്ട്, നീ ഇപ്പോൾ അവിടെ ഉണ്ട്. നമ്മളെ പ്രശ്നങ്ങൾ തീർത്തോ, ഒരു പ്രശ്നമല്ലല്ലോ. നീ ഈ കാശിന്റെ ഇടപാട് തീർക്കുക, ഇൻഷാ അല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണ്ടില്ല. ഹബീബിനോട് നീ വിളിച്ചോ, ഹബീബും വരാൻ തയ്യാറായിരിക്കും. ഹബീബ് അവിടെ ഉള്ളതെന്നാ തോന്നുന്നത് എനിക്ക്. ദുബൈയിലുണ്ട്, ഹബീബിനെ നീ വിളിച്ചോ. ഹബീബ് ദുബൈയിലുണ്ട്, ഹബീബിനെ വിളിച്ചിട്ട് ഹബീബിനെ കണ്ടിട്ട് ഈ എന്റെ പാട്, ഹബീബിന്റെ പാട്, ഞാൻ എന്റെ പാട്. പിന്നെന്താ വിഷയം? വെറുതെ ചുമ്മാ ഓരോന്നും നീ പറഞ്ഞ് തള്ളി കളയരുത്. കേസും കൂട്ടോ മറ്റേതും മറിച്ചതൊക്കെ അതൊക്കെ അനക്ക് എന്റേതായിട്ട് പറഞ്ഞ മാറിക്കും. ഓക്കെ, ബാക്കിയുള്ള കണ്ണി കണ്ടത് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീ പറഞ്ഞാൽ ഞാൻ അതിന് ഡബിൾ പറയും, ഞാൻ പറഞ്ഞാൽ നീ ഡബിൾ പറയും. എന്തിനാണ് അതിന് നിൽക്കുന്നത്? അതിന് താല്പര്യമല്ല കേട്ടോ. പിന്നെ ഞമ്മൾക്കെതിരെയുള്ള ശത്രുക്കളെ പിടിച്ചിട്ട് ചെയ്യുക, അതൊക്കെ എനിക്ക് ചെയ്തോ. അതൊക്കെ ഇപ്പൊ സാഹചര്യങ്ങളും സമയങ്ങളും ഓരോരുത്തർക്കും അറിയുന്നതല്ലേ. ഞാനിപ്പോൾ എന്നോട് നല്ല രീതിയിലാണ് എന്നോട് ചോദിക്കുന്നത്, കമ്പനി ഒഴിവാക്കുക, ഇന്നമാതിരിക്ക് ചെയ്യുക. നീയും കഴിച്ചിലാവും, ഹബീബും കഴിച്ചിലാവും, ഞാനും കഴിച്ചിലാവും. നീ വാങ്ങിയ കാശുണ്ടല്ലോ ആ 12 ലാപ്ടോപ്പ് തിരുവനന്തപുരത്തുണ്ടല്ലോ, നീ അതും തന്നാലേ, പൈസ തന്നേരെ, ഒഴിവാക്കുക നമുക്ക്. പിന്നെ എന്താ പ്രശ്നം? നീ ഇവിടെ ഉണ്ടോ? നിന്റെ ലൈവ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ നീ ഇവിടെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. നീ നിൽക്കുന്നിടത്തോട്ട് വരാം. നീ ലൈവ് ലൊക്കേഷൻ ആക്കി, നീ ഇപ്പൊ നിൽക്കുന്ന ലൈവ് ലൊക്കേഷൻ ആക്കി, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഞാനിപ്പോ ഉള്ളത് നാട്ടിലാണ്, ഞാൻ അടുത്ത ആഴ്ച UAE വരുള്ളൂ. ഹബീബ് അവിടെ ഉണ്ട്, ഓൻ അലയിലാണെന്നാണ് തോന്നുന്നത്. ഞാൻ നാട്ടിലാണുള്ളത്. പിന്നെ ഞാൻ ദുബൈക്ക് അടുത്ത ആഴ്ച വരാം ഇൻഷാ അല്ലാ. കാരണം ജനുവരിക്ക് നമ്മുടെ ഇത് തീരുകയാണ്. വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ഒഴിവാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഹബീബ് ഇവിടെ അലയിലുണ്ടാ? അതൊന്ന് പോയി കാണണമല്ലോ അവനെ. ഹബീബ് അലയില് കോപ്പുണ്ട് ഹബീബ്. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച നമുക്ക് കാണാം. എടാ നീ ഇവിടെ വരുന്നത് കാത്തിരിക്കുന്ന പോലീസ്. ഹബീബ് ഇവിടെ ഉണ്ടാ? ഹബീബിനെ യഥാർത്ഥത്തിൽ എനിക്ക് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ കേസ് ഓപ്പൺ ആണല്ലോ ഹബീബ്. അള്ളാണല്ലോ ഹബീബ് അലയിൽ തന്നെ ഉള്ളത്. ഇത് ചുമ്മാ പറയണ്ട, ഹബീബിനെ വിളിച്ചോക്ക്. ഹബീബ് അലയിലാണ്. പിന്നെ നീ കറാമയിലുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച ഒന്ന് കാണാം. ഓക്കെ, ഇൻഷാ അല്ലാ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ സംസാരിച്ചതാക്കാം. എന്തായാലും സംഭവിച്ചു, ഇതൊക്കെ സംഭവിച്ചു. പ്രശ്നങ്ങൾ തീർക്കാനല്ലേ നീയും ഞാനും ആണെങ്കിൽ നോക്കുക. അപ്പൊ ഇൻഷാ അല്ലാ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്നോട് പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച നമുക്ക് കാണാം. എടാ നീ ഇവിടെ വരുന്നത് കാത്തിരിക്കുന്ന പോലീസ്. ഹബീബ് ഇവിടെ ഉണ്ടാ? ഹബീബിനെ യഥാർത്ഥത്തിൽ എനിക്ക് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ കേസ് ഓപ്പൺ ആണല്ലോ ഹബീബിന്റെ പേരിൽ. എന്നിട്ട് എന്താ പോലീസ് അറസ്റ്റ് ചെയ്യാത്ത? എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനുള്ളതാണല്ലോ. ഞാൻ നോക്കട്ടെ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. എടാ പരന്നാറി, നീ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പൈസ വയ്ക്കുന്നപ്പോഴാണ് ഈ മോഷണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം. അത് നീ ഉണ്ടാക്കിയ കഥ വെച്ചിട്ട് നീയൊക്കെ ചെയ്യാൻ തന്ന വിജീഷിന്റെ പ്രൊജക്റ്റും അതിലൊക്കെ ഉണ്ടായ കടങ്ങളൊക്കെ ആര് തീർക്കോടാ? മര്യാദയ്ക്ക് അതൊക്കെ ആദ്യം തീർക്ക്. അപ്പോൾ താനെ അവർ ലാപ്ടോപ്പ് വരും. എൻ്റെ ഒരു പൂർണ്ണാക്ക് ലാപ്ടോപ്പും ഇല്ല ഒരുത്തൻ്റെ. ആർക്കൊക്കെയാണോ നിങ്ങൾ കടങ്ങൾ ഉണ്ടാക്കി വെച്ചത് അവിടെ പോയി നിങ്ങൾ അത് സെറ്റിൽ ചെയ്തോ. മനസ്സിലായില്ലേ? ആദ്യം എനിക്ക് എൻ്റെ പാസ്പോർട്ടും സാധനങ്ങളെല്ലാം തിരിച്ചു, എൻ്റെ ലാപ്ടോപ്പ് എല്ലാം തിരിച്ചു. കറാമയിൽ എവിടെയാണ് നിന്റെ ലൊക്കേഷൻ വിടുന്നത്? നീ നിന്റെ ലൊക്കേഷൻ വിടുന്നത് കറാമയിൽ എവിടെ ഉള്ളത്? ഞാൻ കറാമയിലുള്ള ലൊക്കേഷൻ നിനക്ക് അയച്ചിട്ട് എന്തിനാ? നീ ഇവിടെ വരാതെ നീ ആദ്യം നീ വാ, എന്നിട്ട് ഞാൻ നിനക്ക് എൻ്റെ ലൊക്കേഷൻ വിട്ടുതരാം. നീ അങ്ങനെ ഒക്കെ അടിച്ച് പോവല്ലേ? നീ എൻ്റെ സാധനങ്ങൾ എപ്പോൾ തരുമെന്ന് പറ. എൻ്റെ ലാപ്ടോപ്പും എൻ്റെ പാസ്പോർട്ട് ഇപ്പോൾ തരാമെന്ന് ആദ്യം പറ. അതിനൊരു ഉത്തരം എന്താ? നിങ്ങളെ ലാപ്ടോപ്പ് സാധനങ്ങളൊന്നും എൻ്റെ ഇല്ല. ഞാൻ അതൊക്കെ അന്നേ കൊടുത്തു വിട്ട ആൾക്കാർക്ക് അവരുടെ കയ്യിൽ നിന്നും അവർ വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ വിറ്റ് പൈസ ആക്കി എന്നൊക്കെ അറിഞ്ഞത്. ഇനി നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും പോയിട്ട് ചോദിക്കണം. അതൊന്നും എനിക്കറിയുന്ന കാര്യങ്ങളല്ല. ഞാൻ അന്നേ കൈ ഒഴിഞ്ഞു. നിങ്ങൾ ഈ സാധനങ്ങൾ മോഷിച്ചിട്ടുണ്ടോ? ഞാൻ കൈ ഒഴിഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതാക്കിയോ. ബാക്കി എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ പള്ളി കുറ്റിയിൽ അമ്പലത്തിൽ എവിടെ വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയിടാൻ പറഞ്ഞു. എനിക്ക് അവിടെ തീർന്നു. കാരണം നിങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും വലുത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്നെ എന്തായാലും പറഞ്ഞ് കബളിപ്പിച്ചതാ. ഇവിടെ തരാം ഇപ്പോൾ പൈസ, അജ്മാലിൽ പൈസ ഇരിക്കുന്നു, മറ്റടുത്ത് പൈസ ഇരിക്കുന്നു. ഇവിടെ ഇപ്പം ഞാൻ നിനക്ക് 2 ലക്ഷം ദിർഹംസ് തരും. ചെക്കും കൊടുത്താൽ അതും കൊടുത്താൽ മതി. നീ എന്നിട്ട് നീ അവിടെ വെച്ച് മുറിച്ച് കൊടുത്താടാ. നീ കാണിച്ചു കൂട്ടി. നീ അവൻ്റെ അടുത്ത് മുന്നീറിൻ്റെ അടുത്ത് എന്താണോ കാണിച്ചത് അതിലടാ നീ എൻ്റെ അടുത്ത് കാണിച്ചത്. പന്നപ്പം ഞാൻ പറയണ്ട. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു ലോക ഫ്രോഡാണ്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇപ്പം ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, ഒറ്റ കാര്യം നീ ചെയ്താൽ മതി. എന്താണെന്നറിയാമോ നീ ചെയ്യാനുള്ളത്? എൻ്റെ പാസ്പോർട്ട് ഇവിടെ എത്തിക്കുക, എൻ്റെ ലാപ്ടോപ്പ് ഇവിടെ എത്തിക്കുക. ബാക്കിയുള്ള അതിൻ്റെ കൂടെ എടുത്തുകൊണ്ട് പോയ പേപ്പേഴ്സും സാധനങ്ങളും ഡ്രൈവർ ഗ്ലാസും പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എനിക്ക് തിരിച്ചെത്തിക്കുക. ചെക്ക് ബുക്ക് ഉൾപ്പെടെ. ആ ചെക്ക് ബുക്ക് ഉൾപ്പെടെ ഇവിടെ എത്തണം. ഞാൻ ഒപ്പിട്ട ചെക്ക് ഉൾപ്പെടെ എനിക്ക് തിരിച്ചിട്ടണം. പറഞ്ഞു മനസ്സിലായില്ലേ? എങ്കിൽ ഞാൻ നിന്നെ വെറുതെ ഇടും. ഹബീബിനെ വെറുതെ എനിക്ക് ഉദ്ദേശമില്ല. ഹബീബ് ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അത് ഇപ്പം തന്നെ പോലീസിൽ പോയി ചോദിക്കട്ടെ. ഒക്കെ സെറ്റ് ചെയ്ത് കുസൈസ് പോലീസ് സ്റ്റേഷനിൽ ഏരിയയിൽ കൊണ്ടിട്ടതല്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലായി. അതൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവരും അതിൽ പ്രതികളാണ്. അതിനുള്ള കേസ് ഞാൻ വഴിയേ നടത്തുന്നുണ്ട്. അതിന് സുപ്രീം കോടതിയിലായിരിക്കും എൻ്റെ കേസ് നടക്കുക. അത് നീ അവിടെ നിൽക്കി. പിന്നെ ഈ ഒരു നിങ്ങളെ ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനല്ല, ബർദുബായ് പോലീസ് സ്റ്റേഷനാണ്. അവിടെ നിങ്ങൾക്ക് കോൺടാക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ കേട്ടോ. ഞാൻ ഇവിടെ പോലീസിന് ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എടുത്തോ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ മറുപടി തോടാ. നീ എന്താ മറുപടി തരാതെ കള്ളന്മാരെ പോലെ പിന്നെ വിളിച്ചിരിക്കുന്നത്? നീ മറുപടി താ. എനിക്ക് എൻ്റെ സാധനങ്ങൾ എപ്പോൾ തരും? നിന്റെയൊക്കെ സാധനങ്ങൾ നിന്റെയൊക്കെ കയ്യിലിരിപ്പോട്ടാണ് പോയത്, അല്ലാതെ എൻ്റെ കയ്യിലിരിപ്പൊന്നുമില്ല. ഞാൻ നിന്റെ കടമൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല തിരിച്ചു തരാനായിട്ട്. പറഞ്ഞു മനസ്സിലായാ? അത് നിനക്കറിയാം, എനിക്കറിയാം. നീ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുന്ന അവിടെ നിർത്ത്. എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാം.
നിങ്ങൾ അറഫയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം കാണിച്ചു കൂട്ടി, അവസാനം നിങ്ങൾ പെട്ട്. ഇതാണ് സംഭവം. അറഫയ്ക്ക് വേണ്ടിയിട്ട് അനസിന് വേണ്ടിയിട്ടും അവർ പറയുന്ന വൈരാഗ്യത്തിന് കൂട്ടുന്നത് ഇതെല്ലാം തരികട പരിപാടിയാക്കി മൊത്തം അടിച്ചു കൂട്ടി. പിന്നെ നീ കമ്പനി ഇവിടെ വന്നിട്ട് ഉണ്ടാക്കുന്നില്ല പറഞ്ഞാൽ നീ എയർപോർട്ടിൽ ഇറങ്ങിയ സ്പോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും. മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിലെ കേസ് ഇപ്പോഴും ഓപ്പൺ ആണ്, അത് ഇതുവരെ അവരത് ക്ലോസ് ചെയ്തിട്ടില്ല. ഹബീബിനെതിരെയുള്ള കേസും ക്ലോസ്ഡ് അല്ല. ഹബീബ് എങ്ങനെ ഇവിടെ കയറി എന്താണെന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. ഞാൻ നിനക്ക് 12 മക്കളില്ലേ, അവരെ നോക്കി മര്യാദയ്ക്ക് അവിടെയാണോ നിന്നോ, എനിക്ക് എൻ്റെ സാധനങ്ങൾ ഇവിടെ എത്തിക്കും. ഞാൻ നിന്റെ കേസിൽ വെറുതെ വിടാം നിന്നെ. നീ ഇത്രയും മോഷണം നടത്തി കാര്യങ്ങളെല്ലാം ഓക്കെ, നിന്റെ സാധനങ്ങൾ എനിക്ക് തിരിച്ചു മതി. പക്ഷേ ഹബീബ് അവനെ ഞാൻ വെറുതെ വിടാൻ പറ്റില്ല, അവനെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. നിനക്ക് ഈ കേസിൽ നിന്ന് വരണോ, എനിക്ക് എൻ്റെ പാസ്പോർട്ട്, നീ എടുത്തുകൊണ്ട് പോയ എൻ്റെ ലാപ്ടോപ്പ്, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പേപ്പേഴ്സ്, പിന്നെ ചെക്ക് ബുക്ക്, റെയ്ബോൻ്റെ കണ്ണട, പിന്നെ എൻ്റെ സ്യൂട്ടിൻ്റെ ഒരു പാൻറ്റ്, പിന്നെ മറ്റേ പഴയ ഡ്രസ്സുകൾ, പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നതിൽ, പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി. എന്തൊക്കെ ഉണ്ടായിരുന്നു വേറെ ആ PCB ബോർഡിൻ്റെ ഡിസൈനും വേണം, ആസ്ക് മെയിൽ സെർവറിൻ്റെ സോഴ്സ് കോഡ്, പെൻഡ്രൈവും വേണം. ഇത്രയും സാധനങ്ങൾ പെൻഡ്രൈവ് ഇല്ലെങ്കിൽ ആ 16 പേജിൻ്റെ സാധനം വേണം എനിക്ക്. അതൊക്കെ എൻ്റെ പോയിട്ടുണ്ട്, അതെല്ലാം എനിക്ക് തിരിച്ചു തരണം. ഇത് ഇത്രയും നീ തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടും. ഹബീബിനെ ഞാൻ ജന്മം ചെയ്തില്ല, ഹബീബിനെ അവൻ്റെ തന്തയും വെറുതെ വിടില്ല. അറഫയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടിയതല്ലേ, അറഫയും വെറുതെ വിടില്ല, അനസിനെയും വെറുതെ വിടില്ല. നീ നിന്റെ മക്കളുമായിട്ട് 3 ഭാര്യമാരായിട്ട് എവിടെ വേണമെങ്കിലും പോയി ജീവിച്ചോ. അത്രയേ ഉള്ളൂ, ഹലാസ്. അത് സർവ്വസാധാരണ ബിസിനസ് ഉണ്ടാവും. എടാ ആസിഫെ, ഞാൻ പറയുന്നത് അറിയോ, ഞാൻ അങ്ങോട്ട് വരട്ടെ, വന്നിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത ആഴ്ച വന്നിട്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, കമ്പനി നമ്മൾ ക്ലോസ് ചെയ്യുക, എല്ലാ ഇടപാടുകളും അവിടെ വെച്ച് തീർക്കുക. പിന്നെ ക്യാഷിന്റെ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് വന്ന് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ എന്തൊക്കെ എൻ്റെ പേപ്പറും കാര്യങ്ങളുടെ കൂട്ടം വിഷയമുണ്ട്. ഹബീബിനെ വിളിച്ചു വരുത്താം, ഹബീബ് അലീനുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് അവനെ വിളിച്ചു വരുത്താം, എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. നല്ല രീതിയിൽ നമുക്ക് പിരിയാം. ഓക്കെ, വെറുതെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും കാര്യങ്ങളും പറയുന്നത് നിർത്ത്. ഇന്നത്തോട് കൂടിയിട്ട് നിർത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മുടെ ഈ വർത്താനം ഉണ്ടല്ലോ, വെറുതെ ആവശ്യമില്ലാതെ കബർ കിടക്കണം. മാനെ വാപ്പാനെ വിളിക്കണ്ട, ഞാൻ നിന്നെ വിളിക്കുന്നില്ല, നീ എന്നെ വിളിക്കണ്ട, ഹബീബിനെ വിളിക്കണ്ട. നമുക്ക് ആരെയും വിളിക്കാതെ പരസ്പരം നല്ല രീതിയിൽ സ്നേഹത്തോടെ പോകാം. ഓക്കെ, നമ്മൾ ബിസിനസ് നിർത്തി, അത്രയേ ഉള്ളൂ, ഹലാസ്. അത് സർവ്വസാധാരണ ബിസിനസ് ഉണ്ടാവും. അത് ചിലപ്പോൾ പാർട്ണർമാർ തമ്മിൽ തെറ്റും, പിരിയും. അപ്പോൾ അതേമാതിരി നല്ല രീതിയിൽ പിരിയാം. ഓക്കെ, ശരി, ഇൻഷാ അല്ലാഹ്. മാത്രമേ UK, US, ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും വന്ന് എൻ്റെ ഓസ്ട്രേലിയയിലുള്ള കൂട്ടുകാരൻ വഴി പുതിയതായിട്ട് ഇവിടെ തുടങ്ങുന്ന പുതിയ. എന്നാലും മുഹമ്മദ് സലീമെ, നീ തന്നെ ടിക്കറ്റ് എടുത്ത് തന്ന്, നീ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? നിനക്കൊരു ഉളുപ്പില്ലേ മുഹമ്മദ് സലീമെ? ഇവിടെ ഇങ്ങനെ ആളുകളെ പറ്റി ജീവിക്കില്ലേ സലീമെ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അൽഹംദുലില്ലാഹ് ഇപ്പോൾ 4ാമത്തെ കമ്പനിയാണ് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. 4 കമ്പനിയാണ് എനിക്കിപ്പോൾ ഇവിടെ. എന്താ വിചാരിക്കുന്നത്? എൻ്റെ പേരിൽ പാസ്പോർട്ട് എക്സ്പയർ ആയതുകൊണ്ട് പുതിയ കമ്പനി ഒന്നും തുടങ്ങാൻ പറ്റിയിട്ടില്ല. ഒരു കമ്പനിയെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്ക് 2 കമ്പനിയുണ്ട്. മനസ്സിലല്ലേ? ഫ്രഷർ മെയിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. പത്രത്തിലേക്ക് വന്നിട്ടാണ് ഞാൻ ഇവിടെ മാത്രമേ UK, US, ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും വന്ന് എൻ്റെ ഓസ്ട്രേലിയയിലുള്ള കൂട്ടുകാരൻ വഴി പുതിയതായിട്ട് ഇവിടെ തുടങ്ങുന്ന പുതിയ പ്രൊജക്ടിന്റെ കമ്പനിയുടെ ഇത് അവിടെ തുടങ്ങിയത്. ഇവിടെ 2 ഒരേ സമയത്താണ് ലോഞ്ച്. 24-ാം തീയതി ലോഞ്ച്. 24-ാം തീയതി ഞാൻ പറഞ്ഞു 2 26-ാം തീയതി, സോറി 26-ാം തീയതി ഞായറാഴ്ച. എവിടെ വെച്ചിട്ടാണെന്ന് അറിയുമോ? ഒരു ക്രൂസിൽ വെച്ചിട്ടാണ്, കടലിൽ വെച്ചിട്ട്, കപ്പലിൽ വെച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനം. മനസ്സിലായി? ലോഞ്ചിങ്. എത്രത്തോളം പേരാണെന്ന് അറിയാം? 300 പേരാണ് അതിൽ പങ്കെടുക്കുന്നത്. അത് അറബികളാണ് ഏറ്റവും കൂടുതലുള്ളത്, അബുദാബി എന്നുള്ള. നീ എന്താണ് പറഞ്ഞത്? നീ എന്തും വേറെ കള്ളം. നീ അബുദാബിയിലാണ് സ്റ്റേ, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ച്. നീ കറാമയിൽ നിന്നുകൊണ്ട് അബുദാബിയിൽ, അബുദാബിയിലോട്ട് പോകണം, എന്തൊക്കെ കള്ളം. നിനക്ക് എവിടെ നിന്ന് വരുന്നതാ ഇത്രയും കള്ളങ്ങൾ? നീ ഇങ്ങനെയാണ്? നീ അത്ര മക്കളില്ലടാ, നീ ജയിലിൽ പോയ അവരുടെ കാര്യം നീ എന്താണെന്ന് ആലോചിക്കണം. നീ ഒരിക്കലും നീ അള്ളാഹുവിന്റെ പേര് പറയില്ല, അള്ളാഹും പറയില്ല, ഇൻഷാ അല്ലാഹ് ഒരു പുണ്ണാക്കും പറയരുത്. നിനക്ക് അതിനുള്ള ഒരു യോഗ്യതയില്ല. നീ ഒരു കള്ളനാണ്. അത് നീ സംബന്ധിച്ച് നീ ജീവിച്ചാൽ മതി. മനസ്സിലായില്ലേ? നിന്റെ മക്കളൊക്കെ കള്ളന്റെ മക്കളെന്നുള്ള രീതിയിൽ പേര് വെട്ടി അറിയപ്പെടുന്നത് നീ ഒന്ന് ആലോചിക്കാൻ. ഈ ഇന്റർനാഷണൽ ക്രിമിനലായിട്ട് 12 മക്കള്. ബിസിനസ്സാ? എന്ത് ബിസിനസ്സാണ് ഇത്? ഒരു കമ്പനി ഉണ്ടാക്കുന്നതാണ് ബിസിനസ്, ഒരു കമ്പനി തുടങ്ങുന്നതാണ് ബിസിനസ്. അതല്ല ബിസിനസ്. അതൊരു പേപ്പർ കമ്പനി തുടങ്ങിയതല്ലേ, അത് ബിസിനസ്സേ അല്ല. അത് കമ്പനി നിങ്ങൾ നിർത്തണ്ട, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് അതിനുവേണ്ടി ബുദ്ധിമുട്ടുണ്ട്. കമ്പനി അത് കേസ് ഓൾറെഡി കോടതിയിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എപ്പോഴാണോ നിങ്ങൾ ഇവിടെ എത്തുന്നത് ആ സ്പോട്ടിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യും. അത് ഇന്ന് ഹബീബ് എന്തായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഹബീബ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ പിടിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ജയിലിലാണ്. അവൻ അലൈനിൽ വരെ എന്തായാലും പോകില്ല. കാരണം അവനെതിരെ ഇവിടെ നല്ലൊരു ഇത് കിടപ്പുണ്ട്, വാറണ്ട് കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ അവൻ എങ്ങനെയാണ് പോകുന്നത്? പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കമ്പനി ക്ലോസിങ് നിങ്ങൾ വന്നാലും എനിക്ക് ഇങ്ങോട്ട് പൈസ തരേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഈ 2 ലക്ഷം ദിർഹംസിന്റെ ചെക്ക് നീയും ഹബീബും കൂടിയിട്ട് 4,40,000 ദിർഹംസിന്റെ ചെക്ക് നിന്റെ ആരാണ് തന്നത്? നിനക്ക് ആരാണ് അതിൽ എമൗണ്ട് എഴുതിയത്? നിനക്ക് എപ്പോഴാണ് തന്നത്? നീയും ഫവാസും കൂടി ചേർന്ന് അവിടെ ഇരുന്ന്. ഫവാസിനെ ഞാൻ വെറുതെ വിടുന്ന ചിന്തിക്കുന്നുണ്ടോ? നിന്നെ ഞാൻ വെറുതെ വിടുന്നത് നിന്റെ 12 മക്കളെ കരുതിയിട്ട്. ഫവാസിനെ ഞാൻ വെറുതെ വിടില്ല. ഫവാസൊക്കെ കാണാത്ത ലോകങ്ങൾ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. അവൻ കണ്ടിട്ടില്ലാത്ത എല്ലാം ഞാൻ അവന് കാണിച്ചു കൊടുക്കും. മണിക്കും പുതിയതായിട്ട് ഞാൻ 2 കമ്പനി കൂടി സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായ? അപ്പം മൊത്തം 4 കമ്പനിയായി എനിക്കിവിടെ. നിന്റെ കമ്പനി കൂട്ടാതെ നീ ഞാനുള്ളത് അതിനെ കമ്പനിയായിട്ട് കൂട്ടുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി അതങ്ങ് ഡിസ്പോസ് ആയി പൊക്കോളും. അത് ഈ വർഷം തന്നെ അതങ്ങ് ജനുവരി ആകുമ്പോഴത്തേക്ക് അതങ്ങ് പോകും. അതിന് നിന്റെ ആവശ്യമില്ല, എൻ്റെ ആവശ്യമില്ല. കാരണം നിന്നെ പോലൊരു കള്ളൻ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട് ഓൾറെഡി അതിൻ്റെ അകത്ത് എനിക്ക് പോലീസ് വേറൊരു റിപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഞാൻ കൊണ്ടൊന്ന് ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് അത് അവിടെ പോകും. അതിനെപ്പറ്റി നീ പറയിടാണ്ട. നീ ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ നീ എന്താണ് വിചാരിച്ചത്? ചെക്ക് കേസ് കൊടുത്ത് നീ കള്ള കേസ് ഉണ്ടാക്കി എന്നെ ഉണ്ടാക്കുന്ന, അതല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ വീട്ടുകാരെ അങ്ങോട്ട് വിട്ടിട്ട് ഇതാക്കുന്ന. നീ കണ്ടിട്ടില്ല, ഇതുവരെ നീ കളി കണ്ടിട്ടില്ല. ഞാൻ നിന്നെ ഇപ്പോൾ കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് ഹബീബ്, ഫവാസ്, അബ്ദുള്ള കുട്ടി, പിന്നെ മറ്റേ മണി, അനസ്, അറഫ, ഇത്രയും പേരാണ്. ഞാൻ നിന്നെ വെറുതെ വിടുന്നത് നിന്റെ 12 മക്കളെ കരുതിയിട്ടുണ്ട്. പക്ഷേ നീ എൻ്റെ സാധനങ്ങളെല്ലാം തിരിച്ചു തരണം. അത് എപ്പോൾ തരണം നീ എനിക്കിപ്പോൾ മെസ്സേജ് അയക്കണം. ഞാൻ ഫ്രീ ആയിട്ട് വിളിക്കാൻ ഞാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഫ്രീ ആയിട്ട് വിളിക്കാൻ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ വോയിസ് വിടണ്ട ഇൻഷാ അല്ലാഹ്. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ഞാൻ പറഞ്ഞ തെറിയും കാര്യങ്ങൾ ഈ നിർത്ത്. അതിനോട് ഞാൻ പറഞ്ഞത് പിന്നെ ഇങ്ങനെ എടുത്തിട്ടില്ല ഈ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് പെരുപ്പിക്കണ്ട. ഓക്കെ, നമുക്ക് തീരെ നല്ല രീതിയിൽ പിരിയാം. പിന്നെന്താ പ്രശ്നം?
ഇവിടെ കമ്പനി തുടങ്ങിയെന്നും പറഞ്ഞിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇതാക്കിയിട്ടില്ല. കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് കമ്പനി റൺ ചെയ്ത് കമ്പനി എന്തെങ്കിലും ഒന്ന് റൺ ചെയ്യണം. ഒരു ദിവസമെങ്കിലും കമ്പനി റൺ ചെയ്യണം. ചുമ്മാ ഒരു പേപ്പറും തുടങ്ങിയിട്ട് അറഫയ്ക്ക് വിസ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അറഫയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ട്രാപ്പ് ചെയ്ത് മണിയെ എല്ലാവരും ആയിട്ട് ചേർന്ന് മയക്കുമരുന്ന് ടീമായിട്ട് ചേർന്ന് എന്നെ ട്രാപ്പ് ചെയ്തിട്ട് അതിൽ കൂടുതലൊന്നും ഞെളിയില്ല മുഹമ്മദ് സലീമെ. അല്ലല്ല അങ്ങനല്ല, നീ എനിക്ക് വോയിസ് അയച്ചാൽ നീ എന്നെ ഫോൺ വിളിക്കാൻ പറ്റും. എൻ്റെ നമ്പർ ഒന്നും നിങ്ങൾക്ക് ഞാൻ തരത്തൊന്നുമില്ല, മനസ്സിലായില്ലേ? അവരോടൊന്നുമില്ല. ഈ ഒരു വാട്സപ്പ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരത്തുള്ളൂ. എൻ്റെ ഫോൺ നമ്പരോ എന്നെ നിങ്ങൾ വിളിക്കുകയോ ഒന്നും വേണ്ട. ബോട്ടിലും വിളിക്കേണ്ട, ഒരു കുണ്ണാക്കിലും വിളിക്കേണ്ട. ബോട്ടിൽ നമ്പർ പോലും നിങ്ങൾക്കില്ല, അറിയത്തില്ല, ഞാൻ പറഞ്ഞിടത്തില്ല, മനസ്സിലായില്ലേ? ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി, അത്രേ ഉള്ളൂ. എൻ്റെ സാധനങ്ങൾ എപ്പോൾ തരാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും, അതാണ് എനിക്ക് പറയേണ്ടത്. എൻ്റെ പാസ്പോർട്ടും എൻ്റെ ലാപ്ടോപ്പും തൊട്ട് തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആ ചെക്ക് ഉൾപ്പെടെ നിങ്ങൾ കൊണ്ടിട്ട് 2,40,000 ദിവസത്തിന്റെ ചെക്കും 2 ലക്ഷം ദിവസത്തിന്റെ ചെക്കും അത് ഉൾപ്പെടെ എനിക്ക് കിട്ടണം. കാരണം ഞാൻ ഹബീബിന് ചെക്ക് കൊടുത്തിട്ടില്ല. നീയും ഫവാസും കൂടി ചേർന്ന് കളിച്ച കളിയാണ്. എനിക്ക് എൻ്റെ മുഴുവൻ സാധനങ്ങളും എനിക്ക് കിട്ടണം, മനസ്സിലായില്ലേ? എനിക്ക് നീയുമായിട്ട് ഒരു രീതിയിലുള്ള പണമിടപാടുമില്ല. അത് നിനക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളത് ഉണ്ടാക്കി, മനസ്സിലായില്ലേ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ നോക്കിക്കോ, അതൊന്നും എനിക്കറിയണ്ട. എനിക്കിവിടെ വേണ്ടത് എൻ്റെ സാധനങ്ങൾ എനിക്കിവിടെ കിട്ടണം. ഞാൻ നിന്നെ വെറുതെ വിടാം. നീ എൻ്റെ സാധനങ്ങൾ എനിക്ക് എപ്പോൾ തരും, അത് മാത്രം നീ പറഞ്ഞാൽ മതി. നീ എന്തായാലും ഇവിടെ ഒന്നും ഇറങ്ങണ്ട. നിന്റെ പേരിലൊരു ഇത് കുഴപ്പമുണ്ട്, മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ കേസ് ഓപ്പൺ ആണ്. നീ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോഴേ നിന്നെ പിടിക്കും. നീ അതിനു മുമ്പ് നീ എൻ്റെ സാധനങ്ങൾ ഇവിടെ എത്തിക്കും. എനിക്ക് ഞാൻ നിന്റെ പേരിലുള്ള കേസ് ക്യാൻസൽ ചെയ്യാം. എൻ്റെ എല്ലാ സാധനങ്ങളും നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ഒരൊറ്റ സാധനങ്ങളില്ലാതെ എല്ലാ സാധനങ്ങളും എനിക്ക് തിരിച്ചെത്തണം. ഹബീബിനെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് അറിഞ്ഞിട്ട് നീ എൻ്റെ സാധനങ്ങളെല്ലാം നീ എടുത്തുകൊണ്ട് പോയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും അതെനിക്ക് തിരിച്ചെത്തണം. അത് എപ്പോൾ തരം എന്നുള്ളത് നീ ഇപ്പം എനിക്ക് മറുപടി തരണം. ഞാൻ അവിടെ വന്നടാ, ഞാൻ 2 മാസം മുമ്പ് അവിടെ വന്നിട്ട് 20 ദിവസം അവിടെ നിന്നു. 1 മാസം ഖത്തറിൽ നിന്നിട്ട് ഞാൻ പോകുന്നത്. പിന്നെന്താ, അന്നെ വിളിക്കണ്ടേ? അന്നെ വിളിച്ചാൽ കിട്ടണ്ടേ? എന്നിട്ട് ഇപ്പം എൻ്റെ നമ്പറിൽ ഞാനിത് എന്നോ തപ്പി പിടിച്ചിട്ട് കിട്ടിയ നമ്പറാണ് ഇപ്പോൾ ഈ നമ്പർ. ഓക്കെ, ഞാൻ വിളിക്കാന്നെ. എന്താ വരാൻ പറ്റായി? നമ്മളവിടെ മറ്റേ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്താ രാജ്യദ്രോഹമല്ലല്ലോ, നമ്മുടെ കമ്പനിയുടെ വിഷയമല്ലേ. അതൊക്കെ നമുക്ക് തീർത്താ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ. അതിലൊക്കെ എന്താ പ്രശ്നം? അത് പണക്ക് മുക്ക് പറയുന്നതല്ലേ. ഓക്കെ, ഞാൻ ഇനി ഒന്ന് വോയിസ് വിടും കേട്ടോ. ഞാൻ ആയിക്കോട്ടെ, വിളിക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ എൻ്റെ ഇത് നോക്കിക്കോ, ഇന്ന് മെസ്സേജ് ചെയ്യാം, പിന്നെ ഞാൻ വിളിക്കാം. ഓക്കെ. അല്ലല്ല, ഇത് കമ്പനിയുടെ വിഷയമൊന്നുമല്ല, ഇത് പേഴ്സണൽ കേസാണ്. കമ്പനിയുടെ വിഷയം കമ്പനിയിൽ, ഇത് പേഴ്സണൽ കേസാണ്. നമ്മൾ നടത്തുന്നത് പേഴ്സണൽ കേസാണ്. അത് മാത്രമല്ല, നീ ഖത്തറിലും പോയിട്ടില്ല, നീ ദുബായിലും വന്നിട്ടില്ല. എങ്കിൽ നീ അതിന്റെ രേഖകളൊന്നും ഇട്ടെ നോക്കട്ടെ. മുഹമ്മദ് സലീം, ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ കമ്പനിക്ക് യാതൊരു ഇതുമില്ല. കമ്പനി നിങ്ങൾ തുടങ്ങിയിട്ടില്ല, കമ്പനി റൺ ചെയ്തിട്ടില്ല. കമ്പനി ഒരു പേപ്പർ ഉണ്ടാക്കി, അത്രയുള്ള ആ പേപ്പറുള്ള സാധനമൊക്കെ എക്സ്പയർ ആയിപ്പോയി. എങ്കിൽ നീ അന്ന് വന്നപ്പോൾ നീ എന്നെ വിളിക്കാത്ത എന്റെ നമ്പർ ഇല്ലെന്ന് പറയാനായിട്ട്? ആ ലൈസൻസിലുള്ള എന്റെ നമ്പറാണല്ലോ, എന്റെ നമ്പറിൽ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? പിന്നെ നീ എന്തിനാ കള്ളം പറയുന്നത്? നീ ഇവിടെ വന്നിട്ടില്ല, നിന്റെ ട്രാവൽ റിട്ടേണിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ അതൊക്കെ മോണിറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ എന്താണ് വിചാരിക്കുന്നത്? നീ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം ഞാൻ അറിയും, ആ സ്പോട്ടിൽ ഞാൻ അറിയും. ഞാൻ ഹാപ്പിനെസ് സെന്ററിൽ ഞാൻ വിളിച്ചു, ദുബായ് പോലീസിന്റെ. അവർ പറഞ്ഞു നീ ഇവിടെ വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. നീ എന്തിനാ നീ ഇങ്ങനെ പറയുന്നത്? ഞാൻ എൻ്റെ കേസ് നമ്പർ അവരെനിക്ക് ഭയങ്കര ഇതാണ് സപ്പോർട്ടാണ് തരുന്നത്. നിനക്കറിയാമോ, ദുബായ് പോലീസ് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നീ ഇത്രയും വലിയ നീ ഈ കമ്പനിയായിട്ട് യാതൊരു ബന്ധമില്ല ഈ കേസിന്, മനസ്സിലായില്ലേ? ഈ കേസും കമ്പനി രണ്ടാണ്. നിങ്ങൾ എന്നെ പൂട്ടിയിട്ടതും എന്റെ മോഷണം നടത്തിയതും അതൊക്കെ വേറെയാണ്. അതും ഈ കമ്പനിയായിട്ട് യാതൊരു ബന്ധമില്ല. എന്താണ് നീ പറയുന്നത്? ഒരു ബോധമില്ല നിനക്ക്? പിന്നെ നിനക്ക് മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നീ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിന്നെ അറസ്റ്റ് ചെയ്യും, ഹബീബിനെ അറസ്റ്റ് ചെയ്യും. രണ്ടുപേരും ഇവിടെ വന്നിട്ടില്ല. അനസിനെ ഇപ്പൊ കാണാനില്ല, അനസിനെ തപ്പാത്ത ദിവസങ്ങളില്ല. അനസിനെ ഇപ്പൊ കാണാനേ ഇല്ല. അറഫയും തപ്പിയിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നെ ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാണും. നീ ഞാനും കൂടി സംസാരിക്കണമെങ്കിൽ നീ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയണം, ഏറ്റു പറയണം, ചെയ്ത കുറ്റകൃത്യങ്ങളല്ല. ഇല്ല, ഞാൻ നിന്റെ അടുത്ത് ഒരു തരത്തിലും നിൽക്കില്ല. നീ പറഞ്ഞ രീതിയിൽ എന്താണ് കമ്പനി ഇവിടെ ഇല്ലല്ലോ. കമ്പനി ഉണ്ടെങ്കിലല്ലേ കമ്പനിയുടെ കാര്യങ്ങളെ പറ്റി പറയേണ്ടതുള്ളൂ. ഒരു പേപ്പർ തുടങ്ങിയെന്ന് പറഞ്ഞ് കമ്പനി ആവോ? നിനക്ക് ആരാടാ ഈ ലാപ്ടോപ്പ് കമ്പനിയുടെ ഓണർഷിപ്പ് എന്നത്? ലാപ്ടോപ്പിന്റെ ഓണർഷിപ്പ് നീ ആരാടാ? ലാപ്ടോപ്പ് കണ്ടുപിടിച്ച വ്യക്തിയാ? നീ സയന്റിസ്റ്റാ? അങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പറഞ്ഞിട്ട് പോയത്. അതൊക്കെ പോട്ടെ, ഞാൻ അതൊക്കെ അവിടെ നിർത്തിയിട്ട് എനിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ അന്നത്തെ പ്ലാൻ? എന്നെ അവിടെ റൂമിൽ പൂട്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ടായിരുന്നു പ്ലാൻ? നമുക്ക് ഹബീബിന് പണി കൊടുക്കാം. നീ പറ, എന്നെ റൂമിൽ പൂട്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ടായിരുന്നു നിങ്ങളുടെ പ്ലാൻ? മുഹമ്മദ് സലീമേ, ഇനി ഞാൻ നിനക്കൊരു മെസ്സേജ് അയക്കണമെങ്കിൽ നീ ആദ്യം എൻ്റെ അടുത്ത് പറയാനുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, പോയിന്റ് നമ്പർ 1, അന്ന് എന്നെ റൂമിൽ പൂട്ടിയിട്ടു അബുദാബി പോലീസ് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നിന്റെ പ്ലാൻ? നിന്റെയും അവരുടെയും പ്ലാൻ എന്തായിരുന്നു? എനിക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടി. എന്നാലും നിന്റെ വായി നീ എന്നെ പറ, എന്തായിരുന്നു പ്ലാൻ? ഞാൻ പറഞ്ഞില്ല ഹബീബിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്നും. ഞാൻ വെറുതെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറ, മനസ്സിലായില്ലേ? അത് പറയണം. 1. 2, എനിക്ക് എൻ്റെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ടോ എൻ്റെ റൂമിൽ എടുത്തുകൊണ്ടോ എല്ലാ സാധനങ്ങളും ആ ഫവാസിനെ കൊടുത്ത എല്ലാ പേപ്പേഴ്സും ആ ചെക്സും കാര്യങ്ങളും എല്ലാം എനിക്ക് എപ്പോൾ തിരിച്ചു തരും? ലോണെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയ സാധനങ്ങളെല്ലാം എനിക്ക് ഇപ്പോൾ തിരിച്ചു തരും. 2. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു അറഫയ്ക്ക് വേണ്ടിയിട്ട് അല്ല നിങ്ങളത് കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്? ഈ 3 കാര്യങ്ങളും എനിക്ക് നീ പറഞ്ഞു തരണം, എങ്കിലും ഞാൻ നിനക്ക് ഇനി മെസ്സേജ് അയക്കൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കേസുമായിട്ട് തന്നെ മുന്നോട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഒക്ടോബർ 26 എൻ്റെ പ്രോജക്റ്റ് ഒരെണ്ണം ലോഞ്ചിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച രാവിലെ ഞാൻ ഒരു DGP ആയിട്ടുള്ള ഒരു ഫൈറ്റിൻ്റെ കേസുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്റെ കേസ് എടുത്തിടും. അപ്പം നീ എനിക്ക് പറഞ്ഞു തരണം, ഇത്രയും കാര്യങ്ങൾ എനിക്ക് നീ വിശദീകരിച്ച് തരണം. അടി കമ്പനിയായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും എല്ലാം നീ എനിക്ക് വിശദീകരിച്ച് തരണം, മനസ്സിലായില്ലേ? എങ്കിലേ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കൂ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ട് പോകും. പിന്നെ മുഹമ്മദ് സലീം, നീ പ്രത്യേകം ഇനി കള്ളം പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം. അതായത് നമ്മളൊരു വിസയിലാണ് നിലനിൽക്കുന്നത്. നീ ഏത് വിസയിലാണ്? ഫ്രഷർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ വിസയിലാണ്. സ്പോൺസർ കമ്പനി അതാണ്. ഓക്കെ, ആ കമ്പനി നിനക്ക് NOC തന്നാലേ നിനക്ക് ഈ രാജ്യത്ത് കാലുകുത്താൻ പറ്റും. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, നിനക്ക്
നീ ഇവിടെ നിന്ന് പോയി 6 മാസത്തിനുള്ളിൽ നീ തിരിച്ചെത്തിയില്ലെങ്കിൽ പിന്നെ നിനക്ക് ആ വിസയിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നീ ഇങ്ങനെയൊക്കെയുള്ള കള്ളങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും നീ നല്ലപോലെ ഒന്ന് ആലോചിക്കണം. നല്ല രീതിയിൽ അതും പറയുന്ന ആളിനെ കുറിച്ച് കൂടി മനസ്സിലാക്കിയിട്ട് വേണം നീ ആലോചിച്ചിട്ട് പറയാനായിട്ട്. നീ നാട്ടിൽ പോയി 6 മാസം കഴിഞ്ഞു. ആ കേസ് നടക്കുമ്പോഴെല്ലാം നീ നാട്ടിലാണ്, മനസ്സിലായില്ലേ? അപ്പോഴും നീ ചിന്തിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഈ ഒരു കേസ് നടക്കുന്ന സമയത്തെല്ലാം നീ നാട്ടിലാണ്. ഇനി ഈ കേസ് കഴിഞ്ഞിട്ട് നീ ഇവിടെ വന്ന് 2 മാസത്തിന് മുമ്പ് നീ വന്നിട്ട് പോയി, അല്ലെങ്കിൽ ഹബീബ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചോ? എന്തായാലും ഈ കേസ് നടക്കുന്ന സമയത്ത് നിങ്ങൾ നാട്ടിലായിരുന്നു, അതെനിക്കറിയാം. അതിൻ്റെ അടുത്ത് ASP പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ ആ വിസയിൽ പിന്നെ നിങ്ങൾക്ക് ആ വിസയുടെ കാലാവധി കഴിഞ്ഞ് ഇന്ത്യൻ NOC വാങ്ങിയിട്ടേ ഇവിടെ വരാൻ പറ്റൂ. മനസ്സിലായില്ലേ? ഈ രാജ്യത്ത് നിങ്ങൾക്ക് കാലുകുത്താൻ പറ്റും. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഹബീബ് ഇവിടെ വരുന്നത്, എങ്ങനെയാണ് നീ ഇവിടെ വരുന്നത്? ഒന്ന് ലോജിക്കലി നീ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത്. നിനക്ക് പിന്നെ അദൃശ്യ ശക്തി ഉണ്ടെങ്കിൽ നീ പറയുന്ന പോലെ നിനക്ക് മാജിക്കും കാര്യങ്ങളും കൂടോത്രമൊക്കെ അറിയാലോ. അതുവഴി നീ കയറി വന്നാൽ പോലും അത് പറ്റൂലടാ. ഇത്രയും ദൂരം വരണ്ടേ നിനക്ക്? നീ എങ്ങനെ വരും? മുഹമ്മദ് സലീമെ പറയുമ്പോഴത്തേക്ക് ഒരു ഉളുപ്പ് വേണ്ടടാ പറയുന്ന കള്ളത്തിന്. എടാ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കള്ളങ്ങൾ മനസ്സിലാവുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ കള്ളങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നീ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറ. ഞാൻ നിന്നെ വെറുതെ വിടാം, നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഞാൻ പൂട്ടും. അത് സമ്മതമാണെന്നുണ്ടെങ്കിൽ നീ കാര്യങ്ങളെല്ലാം നീ തുറന്ന് പറഞ്ഞോ, എനിക്കത് അറിഞ്ഞേ പറ്റൂ. അതറിയാതെ ഞാൻ നീയായിട്ട് ഒരു കോംപ്രമൈസിനും ഒരു ചർച്ചയ്ക്കും ഇല്ല. നിനക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? എനിക്ക് പാസ്പോർട്ട് ഇവിടെ എത്രയും പെട്ടെന്ന് ഇവിടെ കിട്ടണം. ആരുടെ കയ്യിലാണ് അതിപ്പോൾ ഉള്ളത്? നിന്റെ അല്ല, ഹബീബിൻ്റെ അല്ല. എൻ്റെ ഫുള്ള് മൊഴിയും ഇവിടുത്തെ എംബസിയും കോൺസുലേറ്റൊക്കെ എടുത്തതാണ്. ഓക്കെ, അതേപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് ഇൻറ്റീരിയറിലും എടുത്തതാണ്. ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കിട്ടും, എപ്പോഴായാലും കിട്ടുമ്പോഴത്തേക്ക് അവർ പ്രൊസീഡ് ചെയ്യും. നിനക്ക് ഇവിടെ ഈ GCC കൺട്രിയിൽ നിനക്ക് സൗദിയിൽ ഉൾപ്പെടെ കാലുകുത്താൻ പറ്റില്ല. കാലുകുത്തിയാൽ നിന്നെ അപ്പോൾ ഇവിടെ കൊണ്ടുവരും, UAE കൊണ്ടുവരും. അത് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നീ മുതിരണ്ട കേട്ടോ. ഓക്കെ, നീ നാട്ടിൽ ആരെ വേണമെങ്കിലും പറ്റിച്ച് ജീവിച്ചോ. എനിക്ക് എൻ്റെ സാധനങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിച്ചതാ. എന്തായാലും നീ മെസ്സേജ് അയച്ചതിന് വളരെ ഉപകാരമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മെസ്സേജ് അയച്ചപ്പോഴേ മുഹമ്മദ് ഒന്നും വിളിച്ചുകൂടാ കള്ള. കാരണം നീ ഒരു കള്ളനാണ്. നിന്റെ ഉദ്ദേശം എനിക്കിപ്പോൾ കാര്യം മനസ്സിലായി. ബിസിനസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ ഇതാക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇതൊരു പേപ്പർ കമ്പനിയാണെന്ന് തെളിയിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടാ. ബാങ്കിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും ട്രാൻസാക്ഷൻസും ഉണ്ട്. പിന്നെ ഈ കമ്പനിക്ക് ഓഫീസില്ല. ഈ കമ്പനി ജസ്റ്റ് ഒരു പേപ്പർ കമ്പനി, വിർച്വൽ ഓഫീസ് എടുത്ത് പേപ്പർ കമ്പനി എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു കമ്പനി. അത് വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആ കളി എന്തായാലും നിങ്ങൾ എനിക്ക് നേരത്തെ പറഞ്ഞു തന്നതിന് വളരെ നന്ദി, വളരെ ഉപകാരം. ഞാൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മൊഴി കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ കൊടുത്തോളാം. അതും കൂടി ചേർത്തിട്ട് അന്വേഷിക്കട്ടെ. ഓക്കെ, അപ്പോൾ വളരെ ഉപകാരം. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് നിൻ്റെ അടുത്ത് കളിച്ചുകൊണ്ട് നടക്കാനായിട്ട് എനിക്ക് സമയമില്ല. നീ മറ്റേടത്തെ പരിപാടി ഞാൻ പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പാസ്പോർട്ട് തരാനായിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ, മോഷ്ടിച്ച സാധനങ്ങളൊന്നും തിരിച്ചറിയാനുള്ള ഉദ്ദേശമില്ല. മോഷണവും കമ്പനിയായിട്ട് യാതൊരു ബന്ധമില്ല. കമ്പനി എന്ന് പറയുന്ന സാധനം ജസ്റ്റ് വിസ മാത്രമുള്ള ഒരു സാധനമാണ്. വേറെ അല്ലാതെ അതിനകത്ത് ഒന്നുമില്ല. പിന്നെ ഫ്രഷറിൻ്റെ ലാപ്ടോപ്പ് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഫ്രഷറിൻ്റെ ലാപ്ടോപ്പ് ഫ്രഷർ കോസ്മോസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയുടേതാണ്. നീ ഉണ്ടാക്കിയൊന്നുമല്ല. നീ ഒരു പെരുങ്കള്ളനാണ്. നീ ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിന്റെ അടുത്ത് ഞാൻ ചുമ്മാ കുറേ ഡയലോഗ് കളിച്ചു, അതൊക്കെ സത്യമാണ്. നീ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്, ഒന്ന് സോപ്പിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ്. അല്ലാതെ ഒന്നുമല്ല. ഞാൻ നിനക്കൊന്നും ഒരിക്കലും ക്ഷമിച്ച് തരുന്ന ഒരു പരിപാടിയല്ല. ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും നിന്നെ ഞാൻ ജയിലിലാക്കും. നീ അത് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? നിനക്ക് ഒരു കാരണവശാലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ, നീ ജയിലിൽ നിന്ന് ഇറങ്ങാത്ത രീതിയിൽ ഞാൻ നിനക്കുള്ള ഇത് തരും. നീ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ കേസുകൾ നിന്റെ പേർക്കിൽ ഇപ്പോൾ വരുന്നുണ്ട്. നീ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ എല്ലാം കുത്തിപ്പൊക്കുന്നുണ്ട്. സമാധാനമായിട്ട് കേട്ടാ. അപ്പം ശരി എന്നാ. ഞാൻ കണ്ട നായകളുമായിട്ടൊക്കെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി, കള്ളന്മാരുമായിട്ട്. അവർ പറഞ്ഞിരിക്കുന്ന കഥകളൊക്കെ എനിക്കിപ്പം എന്താ പറയുക, വൻ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. നിന്റെ കാര്യത്തിൽ ബിസിനസ് ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ ബിസിനസ് ചെയ്തിട്ടില്ല കേട്ടോ. അതാദ്യം നീ മനസ്സിലാക്കുക. നീ എന്താണ് എന്നുള്ളത് എനിക്ക് നീ പലരും വഴി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം വലിയ കള്ളനാണ്, ഫ്രോഡാണെന്നുള്ളത്. പോലീസുകാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കേസല്ല, നീ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ.